ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 102ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു. എസ്ര 2 മുതൽ 5 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം. ഇതിൽ നിന്നാണ് ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും എന്ന് കരുതുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1. രാജഗൃഹം അല്ലെങ്കിൽ കൊട്ടാരം എന്നർത്ഥം വരുന്ന മറ്റൊരു പദം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. രാജഗൃഹം അല്ലെങ്കിൽ കൊട്ടാരം എന്നർത്ഥം വരുന്ന മറ്റൊരു പദം ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു രോഗം ഏത്? ഈ രോഗം പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം, പഴയ നിയമത്തിൽ 2 പ്രാവശ്യവും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പുതിയ നിയമ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു രോഗം ഏത്? ഈ രോഗം പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യവും പഴയ നിയമത്തിൽ 2 പ്രാവശ്യവും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണത്? മൂന്നാമത്തെ ചോദ്യം, ഞങ്ങൾ ഒരു അധ്യായത്തിൽ ഉള്ളവരാണ്. ഒരാളുടെ പേരിനകത്ത് ഇസ്രായേലിന്റെ രക്ഷിതാവിന്റെ പേരും ഒരാളുടെ പേരിനകത്ത് ഒരു അപ്പോസ്തലന്റെ പേരുമുണ്ട്. ഞങ്ങൾ ആരൊക്കെ? 4 പേരും ഒരു അധ്യായത്തിലാണ് കേട്ടോ. അതൊരു ക്ലൂ ആണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഞങ്ങൾ ഒരു അധ്യായത്തിൽ ഉള്ളവരാണ്. ഒരാളുടെ പേരിനകത്ത് ഇസ്രായേലിന്റെ രക്ഷിതാവിന്റെ പേരും ഒരാളുടെ പേരിനകത്ത് ഒരു അപ്പോസ്തലന്റെ പേരും ഉണ്ട്. ഞങ്ങൾ ആരൊക്കെ? ക്ലൂ ആണ്. 4 പേരും ഒരു അധ്യായത്തിലാണ് ഉള്ളത്. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കൂട്ടർക്കോ ഒരു വ്യക്തിക്കോ എതിരെ കുറ്റാരോപണം ഉന്നയിച്ച് എഴുതുന്ന എഴുത്തിന് പാഠഭാഗത്ത് പറയുന്ന പേര്. ഒരു കൂട്ടർക്കോ ഒരു വ്യക്തിക്കോ എതിരെ കുറ്റാരോപണം ഉന്നയിച്ച് എഴുതുന്ന എഴുത്തിന് പാഠഭാഗത്ത് പറയുന്ന പേര്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രമാർഗെ കൊണ്ടുവന്നത് എന്ത്? എവിടെ നിന്ന് എവിടേക്ക്? ആരുടെ ആജ്ഞ അനുസരിച്ച്? ഓക്കെ. സമുദ്രമാർഗെ കൊണ്ടുവന്നത് എന്ത്? എവിടെ നിന്ന് എവിടേക്ക്? ആരുടെ ആജ്ഞ അനുസരിച്ച്? അപ്പോൾ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആൻസേഴ്സ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് അയച്ചോളൂ. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉത്തരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.